ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സ്വാഗതം പറയാനായിട്ട് അന്നക്കുട്ടനുണ്ട് ആവക്കുട്ടനുണ്ട് രണ്ട് കുട്ടന്മാരുണ്ട്. അന്നൂട്ടനെ ഒരുക്കി റെഡിയാക്കി നിർത്തിയ അമ്മച്ചി. രസമുള്ള ഒരു കാഴ്ച ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അന്ന ഒരുക്കുന്ന ആവക്കുട്ടൻ. അന്നൂട്ടാ ആരോ ഒരുക്കിയേ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മേക്കപ്പ് ചെയ്തോണ്ടിരിക്കുകയാണ് കേട്ടോ. രണ്ടുപേരും പരസ്പരം മേക്കപ്പ് ചെയ്തോണ്ടിരിക്കും. താച്ചാനൊന്നും ഇല്ലെന്നേ. അയ്യോ താച്ച് എൻ്റെ സുന്ദരികളെ ഒരുങ്ങുവാണോ സുന്ദരികള്? അന്നൂട്ടനാണല്ലോ ഇച്ചിരി കൂടെ അടിപൊളി ആയേക്കുന്നത്. ഒരുക്ക് ആ അടിപൊളിയാണേ. അന്നമ്മ സുന്ദരിയാണേ, അടിപൊളിയായിട്ടുണ്ട്. പൗഡർ ഇട്ടിട്ട് രണ്ടും കൂടെ തോത്തോണ്ടിരിക്കുകയാണ് കേട്ടോ. സൂപ്പർ. ബബില് പോയോ? എന്നെ പോയി? പൗഡർ പോയോ? സാരമില്ല. അങ്ങോട്ടൻ ആദ്യമായിട്ട് പൗവനെ കാണാൻ പോവാണ് കേട്ടോ. കാണിച്ചു തരട്ടെ നമ്മുടെ കുട്ടി ചക്കര. ആരോ പാപ്പ സുന്ദരിയാണല്ലോ. ആവട്ടിന്റെ എക്സ്പ്രഷൻ നോക്കട്ടെ. ആവട്ടി അതെന്നെ ആവട്ടി? ബൗബു ആണോ? ആവട്ടാ ആവട്ടി ബൗബു ഉണ്ടോ? എന്ത് ഇതിനെന്തിനോട് നിൽക്കുന്ന? ഞം വെക്കുന്ന നോക്കിക്കേ. ഞം വെക്കുന്ന ആന അമ്മാമൻ കഴിച്ചെന്ന് നോക്കിയേ. ബൗബു അമ്മാമൻ കഴിക്കുന്ന നോക്കിക്കേ. അമ്മാമൻ കഴിക്കുന്ന ഉണ്ടോ കൊച്ചാ? ബൗബു അമ്മാമൻ കഴിക്കുന്നവണ്ടോ? ഇതിനുശേഷം ഞാനൊരു ചെറിയ ഷോപ്പിങ്ങിന് ഇറങ്ങിയതാണ് കേട്ടോ. വേറൊന്നും അല്ല, എനിക്ക് ടോപ്പിന് മാച്ചായിട്ടുള്ളൊരു ഷോള് പാൻറ് ഇതൊക്കെ എടുക്കണം എന്നൊരാഗ്രഹം തോന്നി. കാരണം പള്ളിയിലൊക്കെ കൊണ്ടുപോകണമെങ്കിൽ നമുക്ക് ഷോള് വേണമല്ലോ. ടോപ്പ് മാത്രമായിട്ട് ടോപ്പ് മെറ്റീരിയൽ എടുത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്തതാണ് കേട്ടോ. എപ്പോഴും നമുക്ക് കംഫർട്ടായിട്ട് ഇടണം എന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് തന്നെ ഇടണം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ ഷോൾഡർ ഇറങ്ങും, വണ്ണം കൂടും. അതൊക്കെ നമ്മൾ എനിക്ക് വണ്ണം ഇല്ലാത്തത് കൊണ്ട് തന്നെ എത്ര ഇതാക്കിയാലും നമുക്കത് സെറ്റ് ആവത്തില്ല. അപ്പോൾ ഈ ഒരു ഷോള് ഞാൻ എടുത്തു. പിന്നെ അങ്ങനെ മാച്ചാണോ എന്ന് ചോദിച്ചാൽ മാച്ചില്ല. ഞാനൊരു കോട്ടൻ്റെ ഷോളാണ് നോക്കിയത്. പക്ഷേ കോട്ടൻ്റെ ഷോള് കുറേ കടകൾ കയറി ഇറങ്ങി, പക്ഷേ കിട്ടിയില്ല. പിന്നെ ഞാൻ വിചാരിച്ചു ഇതെങ്കിലും ഇത് നിർത്തു. അങ്ങനെ എടുത്തു. പരിപാടിയൊക്കെ കഴിഞ്ഞു. ഞാൻ ഇറങ്ങാണ്. ഇപ്പോൾ ഏകദേശം ഇരുട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇതാണ്ടേ നടന്നാണ് കേട്ടോ പോകുന്നത്. സാധനമൊക്കെ വാങ്ങിച്ചു. കുറേ നേരം മുന്നേ ഇറങ്ങിയതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അതുകൊണ്ട് ഇത്തിരി നല്ല സ്പീഡിലാണ് കേട്ടോ നടന്നു പോകുന്നത്. ഔട്ടി ഇടയ്ക്ക് മിസ്സായി പോകും. അതാണ് ഔട്ടി എന്ന് ഞാൻ വോയിസ് കൊടുക്കുമ്പോൾ വിളിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഒന്നും വിചാരിക്കരുത് ആരും. അപ്പം നമ്മുടെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞു. ഭയങ്കര സൗണ്ട്. സമയം 6:30 കേട്ടോ. ഞാൻ എത്ര മണിയാക്കൾ ഇറങ്ങി? 4 മണിയാകുമ്പോൾ കേട്ടോ. മുടിയുടെ അറ്റം ഒന്ന് കട്ട് ചെയ്തു. വേറൊന്നും ചെയ്തില്ല, ഒന്ന് ത്രെഡ് ചെയ്തു. മുടി ഞാൻ ഭയങ്കര സെറ്റപ്പിൽ ചെയ്യാനൊക്കെ പോയതാണ് കേട്ടോ. അവിടെ ചെന്ന് അവരുടെ ഈ പരിപാടി വർത്താനം കേട്ട് ഞാൻ പ്ലാൻ ബി ആക്കി. ഹെയറിൽ ഞാൻ ഒന്നും ചെയ്യുന്നില്ല എന്ന് തീരുമാനിച്ചു. ഒന്നാമത്തെ കാര്യം, എൻ്റെ ഹെയർ ഭയങ്കര തിന്നാണ്, ഒട്ടും തിക്നെസ് ഇല്ല. അപ്പോൾ എന്ത് ചെയ്താലും ഒരു ഗുമ്മുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഹെയറിൽ തൽക്കാലം ഒന്നും പിടിക്കുന്നില്ല എന്ന് വിചാരിച്ചു തിരിച്ചു പോവാണ്. ഷോള് ഞാൻ ഓർമ്മയെടുത്തിട്ടുണ്ട് കേട്ടോ. ഒൺലി ഫോർ പള്ളിപ്പെരുന്നാൾ പർപ്പസ്. അപ്പോൾ അങ്ങനെ ഇത്രയും നേരമായിട്ട് കുഞ്ഞിന് പിന്നെ അച്ചാച്ചൻ മതി എന്നുള്ളത് കൊണ്ട് നോ ഇഷ്യൂസ്. നമ്മുടെ ഈ വഴി ഫുള്ള് ഇളക്കി പറിച്ചിട്ടിരിക്കുകയാണ്. ടാറിങ് ചെയ്യുമെന്നൊക്കെയാണ് വിചാരിക്കുന്നത്. ഇളകി കിടക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ നടന്നു പോവാണ് തിരിച്ച്.
അച്ഛയ്ക്കും അവക്കുട്ടിക്കും ഒന്നും മേടിച്ചില്ല. അവക്കുട്ടിക്ക് ഞാനൊരു ഉടുപ്പ് എന്തെങ്കിലും ഒരു ഡ്രസ്സ് മേടിക്കാമെന്ന് വിചാരിച്ചിട്ട് 3 കടയിൽ കയറിയിട്ടോ. നമുക്ക് ഒന്നും തന്നെ ഇഷ്ടപ്പെട്ടില്ല. ഇൻ കേസ് ഒരെണ്ണം ഇഷ്ടപ്പെട്ടാലും ഒന്നുകിൽ വലുതായി പോവും, അല്ലെങ്കിൽ ചെറുതായി പോവും, അങ്ങനെയൊക്കെ എന്തൊക്കെയോ പ്രശ്നങ്ങളൊക്കെ ആയി പോകും. ഒന്നാമത്തെ അവളും കൂടെ ഇല്ലാത്തതുകൊണ്ട് പിന്നെ അവളുടെ വലുപ്പമൊക്കെ എനിക്കറിയാം ഏകദേശം. പക്ഷെ എന്നാലും എനിക്കിഷ്ടമായില്ല, അതുകൊണ്ട് ഞാൻ മേടിച്ചില്ല. പിന്നെ അവൾക്ക് ഡ്രസ്സൊക്കെ ഉണ്ട് കേട്ടോ. ആർക്കും ഡ്രസ്സൊന്നും എടുത്തില്ല, ചുമ്മാ പോയി. മെയിനായിട്ട് ഹെയർ കട്ട് എന്നുള്ള സംഭവത്തിനാണ് പോയത്. ഭാഗ്യമായി ഞാൻ ഇവിടുന്ന് വീഡിയോ ഒക്കെ എടുത്ത് പോകുമ്പോൾ ഇങ്ങനെ ഇരിക്കും, തിരിച്ചു വരുമ്പോൾ വേറൊരു ടൈപ്പിലിരിക്കും എന്നൊക്കെ വിചാരിച്ച് വീഡിയോ എടുത്തിട്ട് പോകണമെന്ന് വിചാരിച്ചാണ്. പിന്നെ അത് വേണ്ട, അതേതായാലും നന്നായി. കാരണം പോയി അതേപടിയാണ് തിരിച്ചു വരുന്നത്. ആകെ ഇത്തിരി ലെന്ത് കുറച്ചിട്ടുണ്ട്, അത് മാത്രമേ ഉള്ളൂ കേട്ടോ. വേറൊരു വ്യത്യാസവും ഹെയറിലില്ല. അതുകൊണ്ട് ആ വീഡിയോ എടുക്കാൻ ഞാൻ നന്നായി എടുത്തിരുന്നെങ്കിൽ ഞാൻ ശശിയായിരുന്നു. ശശി എന്നാലും ഇടൂല, അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മൾ വീടെത്താറായി. കുട്ടി 2.5 മണിക്കൂർ എന്നെ കാണാം. 2.5 മണിക്കൂർ മിച്ചം എന്നെ കാണാം. പോകുന്നിടത്ത് ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ. എന്നതറിയില്ല, എൻ്റെ കൂടെ പോരണമെന്ന് ഭയങ്കര വാശി. അപ്പം ഞാൻ അവളെ കാണാതെയൊക്കെ കുറച്ച് നേരം അവളെ ഒന്ന് എനിക്ക് എടുത്തിട്ട് അച്ഛൻ്റെ അടുത്ത് കുറച്ച് കളിക്കാനൊക്കെ വിട്ടു. എന്നിട്ടാണ് ഞാൻ പോകുന്നത്. ഭയങ്കര സങ്കടമായിരുന്നു എനിക്കങ്ങനെ. അവൾ കരയുമ്പോൾ പോരാനും തോന്നത്തില്ല കേട്ടോ. അപ്പോൾ ഇത് കാണുമ്പോൾ വലിയ റിയാക്ഷനൊന്നും ഉണ്ടാകത്തില്ല. കാരണം വൈകുന്നേരം ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൾ അച്ഛ എന്ന് പറയുന്ന ആ ഒരു ഇതിലേക്ക് മാത്രമായിട്ട് ഒതുങ്ങും. ഒരു തനി അപ്പൻ മോൾ എന്നുള്ള സംഭവത്തിലേക്ക് അവൾ ഒതുങ്ങും. അപ്പം ഗേറ്റ് തുറക്കട്ടെ, ഇങ്ങോട്ടല്ലേ. ഓക്കെ, ഓട്ടോ വിളിച്ച് വരാൻ വേണമെങ്കിൽ നമ്മൾ ഈ ഉലുന്തനായതുകൊണ്ടും ഓട്ടോയ്ക്കൊന്നും നമ്മൾ വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ല. മാക്സിമം നടക്കുക നമ്മുടെ ഹെൽത്തിന് അതാണെന്നല്ല. ഞാൻ പൊട്ടൊക്കെ വെച്ചിട്ടാണ് കേട്ടോ പോയത്. പക്ഷേ എൻ്റെ നെറ്റിന് പൊട്ടിരിക്കുന്ന അവൾക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ട് അവളതെടുത്ത് കളഞ്ഞു. എന്നിട്ട് അവളുടെ നെറ്റിയിൽ അത് കൊണ്ടുപോയി തൊടാൻ നോക്കും. പക്ഷെ നടക്കില്ല. അവസാനം എനിക്കുമില്ല അവൾക്കുമില്ല എന്നുള്ള ഒരവസ്ഥയിലേക്ക് വരും. വീടെത്തിയിട്ടുണ്ട്. നമ്മുടെ ചെടികളൊക്കെ ഇതൊക്കെ അകത്തെടുത്ത് വെച്ചിട്ട് വേണം വീട്ടിൽ പോകുമ്പോൾ. അതാണ് അതിൻ്റെ പ്രശ്നം. എന്തായി ഇവിടെ എന്നറിയില്ല, നോക്കട്ടെ. കരയ്ക്കകത്തൊക്കെ ഇരുട്ടാണെന്ന് തോന്നുന്നു. ആരുമില്ല. പൊന്നാരാ? അച്ചാച്ചൻ്റെ പൊന്നാരാ? അമ്മാമ്മയുടെ പൊന്നാരാ? ആണോ? എല്ലാവരുടെയും പൊന്ന് നാനാണോ? അയ്യോ, ഒരു നാന. ആവക്കുട്ടി ആരാ? ആവയാരാ? അയ്യോ, ആ പഴുതൊലി അങ്ങനെ ഇട്ട് അത് തെറ്റി വീഴൂലേ? കണ്ടോ? ആ എൻ്റെ കർത്താവേ, നമ്മൾ കുറേ നാളുകൊണ്ട് ഇതിൻ്റെ ഈ ഒരു സാധനം ഇല്ലാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. രാത്രി ഉറക്കമില്ലാത്തൊരവസ്ഥ. അപ്പോൾ നമ്മളങ്ങനെ ആഗ്രഹിച്ചൊരു സാധനം ഓർഡർ ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് എങ്ങനെയാണ്, ഏതാണ് നമ്മുടെ ബെഡിന് സ്യൂട്ട് ആവുമോ എന്നൊന്നും നമുക്കറിയത്തില്ല. വേറൊന്നല്ല, മൊസ്കിറ്റോ നെറ്റാണ് ഇത്. നമുക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഫോൾഡ് ചെയ്ത് വെക്കാം, അങ്ങനെ ഒരു ടൈപ്പ് സാധനമാണെന്നാണ് പറഞ്ഞത് കേട്ടോ. ഇത്ര ക്വാളിറ്റി കാര്യങ്ങളോ ഒന്നും നമുക്കറിയത്തില്ല. തെറിക്കുക, ചെറുതാന്ന് തോന്നല്ലേ? അറിയില്ലല്ലേ. നമ്മുടെ കട്ടിലിൽ ഇത് സെറ്റ് ആയില്ലെങ്കിൽ മൂഞ്ചി അല്ലേ? കൊതുക് ശല്യം കാരണം നമുക്ക് ഉറങ്ങാൻ പറ്റാത്തൊരവസ്ഥ. അപ്പം ഇതാണ് നമ്മൾ വാങ്ങിയ സാധനം. ഇത് നമ്മൾ സെറ്റ് ചെയ്തിട്ടില്ല, ജസ്റ്റ് ഒന്ന് വെച്ചിട്ടേ ഉള്ളൂ. ലൈറ്റ് ബ്ലിങ്ക് ആവും. നമ്മുടെ ബെഡ് വലുതായത്, ബെഡല്ല കട്ടില് വലുതായതുകൊണ്ട് അതിന് സെറ്റ് ആകുമെന്ന്. എന്താണ് അവ വഴക്കുണ്ടാക്കുക? വരുന്നുണ്ടോ കൊച്ച? വരുവാണോ? അമ്മ എടുക്കണോ? വാ. വേണ്ട, അതുമല്ല, വേറെന്തോ സംഗതിയാണ്. ഇത് സെറ്റ് ചെയ്ത് കറക്റ്റാ അല്ലേ? ഓക്കെയാ. ആ അമ്മേ വിളിച്ചേ. ചാച്ചന് തരാം. പഴം ചേച്ചി വിളിച്ച്. അമ്മ എന്തിയേ? വാവ ആരാ? വാവേന്ന് വിളിച്ചേ.
അപ്പം നമ്മുടെ ഷോപ്പിങ്ങും പരിപാടികളൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വന്നു. ഔട്ടി ഇവിടെ ഉണ്ട് അല്ലേ ഔട്ടി? കുറേ ദിവസമായി എല്ലാവരും ഔട്ടീനെ മിസ് ചെയ്യുന്നു എന്ന് പറയണു. ഔട്ടി ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. ഇതാ ഇവിടെ ഉണ്ട്. ജലദോഷവും പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു, ഇപ്പോൾ മാറി. ഒരു 1 വീക്കായിട്ട് അവൾ ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. അല്ലേ ആ കുട്ടി? വീഡിയോ എടുക്കുന്നതിൻ്റെ ഓടി തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മുടെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ വീഡിയോയിൽ. ആ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ മോസ്കിറ്റോ നെറ്റ് അത് സൂപ്പറാണ് കേട്ടോ, അടിപൊളിയാണ്. അപ്പം ആർക്കെങ്കിലും വേണമെങ്കിലൊക്കെ ഞാൻ അതിൻ്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ തരാം. അപ്പം നല്ലതാണ്, നല്ല യൂസ്ഫുള്ളാണ്. ഞങ്ങളെന്ന് പറയുമ്പോൾ വൈകുന്നേരം ഇട്ടിട്ട് രാത്രി ഇട്ടിട്ട് രാവിലെ ഫോൾഡ് ചെയ്ത് വെക്കും. അല്ലെങ്കിൽ അതൊരു നമുക്ക് ഭയങ്കര ഡിസ്കംഫർട്ടാണ്, നമുക്ക് ബെഡിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ഇത് നല്ല ഈസി ആയിട്ട് നമുക്ക് ഫോൾഡ് ചെയ്ത് വെക്കാൻ പറ്റുമോ കേട്ടോ. അപ്പോൾ എന്തായാലും അത് അടിപൊളി സാധനമാണ്. എത്ര നാളത്തേക്കുണ്ട് എന്നുള്ള കാര്യം നമുക്കറിയത്തില്ല, പക്ഷേ ഇതുവരെ ഇറ്റ്സ് ഓക്കെ, സൂപ്പർ. അപ്പം വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ, ബൈ.